നമസ്കാരം, ഞാൻ രഞ്ജിത്ത് മുൻഷി. 60-ൽ പരം താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് കൈരളി TV തയ്യാറാക്കുന്ന നക്ഷത്ര ദീപങ്ങൾ എന്ന മെഗാ സെലിബ്രിറ്റി റിയാലിറ്റി ഷോയിൽ ഒരു ടീമുമായിട്ട് ഞാനും എത്തുന്നുണ്ട്. ഒരു ടീമിൽ 5 പേരാണ്, ഒരു ലീഡറും 4 മെമ്പേഴ്സും. 4 മെമ്പേഴ്സിനെ എങ്ങനെ കണ്ടെത്തുമെന്നുള്ളതാണ് അടുത്ത ഒരു വലിയ ദൗത്യം. കാരണം മലയാള ടെലിവിഷൻ സിനിമാ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് പേരിൽ നിന്നും ആണ് നമ്മുടെ ടീം മെമ്പേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒരു ഓഡീഷനിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. എന്തായാലും ഞാൻ എൻ്റെ ടീം സെറ്റ് ചെയ്യുന്നത് ഏറെക്കുറെ കൃത്യമായ അളവിൽ ഉള്ള ഒരു, അതായത് നമ്മളൊരു രസക്കൂട്, ഒരു കറിക്കൂട്ട് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കൃത്യമായ അളവിൽ ഉപ്പും മുളകും മല്ലിയൊക്കെ ചേർക്കുന്നത് പോലെയുള്ള ചേരുവകളോടെ ആയിരിക്കും 4 പേരെ ചേർക്കുന്നത്. എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ, മനസ്സുകൊണ്ടും കഴിവുകൊണ്ടും എല്ലാം യോജിക്കുന്ന ഒരു 4 പേരുമായി നക്ഷത്രദീപങ്ങൾ മറ്റ് 12 ടീമുകളാണുള്ളത്. മറ്റു 11 ടീമുകളുമായിട്ട് പോരടിക്കാൻ ഞാൻ മാനസികമായി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ടീം മെമ്പേഴ്സിന് ആരാണെന്ന് അറിഞ്ഞിട്ട് വേണം ബാക്കി മത്സര രംഗത്തേക്ക് കിടക്കാൻ. എല്ലാവരും നക്ഷത്രദീപങ്ങൾ കാണണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. എൻ്റെ സ്വദേശം കരുനാഗപ്പള്ളിയാണ്, കൊല്ലം കരുനാഗപ്പള്ളി. ഞാനിപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് താമസിക്കുന്നു. ഇത് കുടുംബം, മകൾ ഭവ്യ, എന്താ നമ്മുടെ പേര്, ഭാവ്യ, പപ്പ എന്ന് വിളിക്കുന്ന ഭാവ്യയാണ് മകള്. വൈഫ് രശ്മി, മോൻ ഭവജിത്ത്. മോൻ 4ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, മോൾക്ക് 2 വയസ്സേ ആയിട്ടുള്ളൂ. വൈഫ് പൊതുവെ പറയുന്നത് പോലെ ഹൗസ് വൈഫാണ്. ഈ കൊച്ചു കുടുംബമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് വംശം എന്ന് പറയുന്ന ഒരു ദൂരദർശൻ സീരിയലിലാണ്, ഒരു 2 സീനിൽ. അത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികൾ. പിന്നെ മുൻഷി എന്ന പ്രോഗ്രാമിൽ ഞാൻ ബാർബർ ഭാഗ്യമായി വന്നതിലൂടെയാണ് ഒരു നടൻ അല്ലെങ്കിൽ ഒരു TV ഫിഗർ എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധേയനാവുന്നത്. ശേഷം അവിടുന്ന് 1000 എപ്പിസോഡുകൾ മുൻഷി കഴിഞ്ഞ് പിന്നെ നിരവധി പരിപാടികൾ എപ്പോഴും സജീവമായി ടെലിവിഷൻ രംഗത്ത് കഴിഞ്ഞ 10-11 വർഷത്തോളമായി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും അഭിമാനത്തോടെ ഓർക്കുന്നത്. കാരണം കരുനാഗപ്പള്ളിയിൽ തഴവ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച ഞാൻ ഇന്നിപ്പോൾ അവിടെ കലാപരമായ ഒരു പാരമ്പര്യം എൻ്റെ കുടുംബത്തിലോ ആ നാട്ടിലോ അങ്ങനെ പറയാൻ ആരുമില്ല. ഞാൻ സ്വന്തമായി തുഴഞ്ഞ് അതാണ് ഇവിടെ എത്തിയത്. ഇപ്പം ഇങ്ങനെ പോകുന്നു. ഈ നക്ഷത്രദീപങ്ങളിൽ 60 പേരിൽ ഒരാൾ ആകുക എന്ന് പറയുന്നത് തന്നെ ഒരു അംഗീകാരമായി, ഒരു നേട്ടമായിട്ട് ഞാൻ കാണുകയാണ്. നക്ഷത്രദീപങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ ചേട്ടന് ഒരു ടീമിലുണ്ട്. ചേട്ടനും ചേട്ടൻ്റെ ടീമിലുള്ളവർക്കും മറ്റെല്ലാ താരങ്ങൾക്കും വിജയാശംസകൾ നേരുന്നു. നാടകത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു നാടക വിദ്യാർത്ഥിയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഞാനിപ്പോൾ ഒരു നാടകം കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഗ്രഹം കൊണ്ട് KPSCയുടെ പഴയ ഒരു നാടകം കയ്യും തലയും പുറത്തെടുത്ത് ടെലിവിഷനിലെ കുറച്ച് അഭിനേതാക്കൾ ചേർന്ന് അവതരിപ്പിക്കുന്നു സ്റ്റേജിൽ. അതിൽ ഞാൻ അതിനകത്തെ ഒരു പ്രധാന കഥാപാത്രം, അതായത് ഒരു പ്രസിഡൻറ്റ് മെമ്പർ, അങ്ങനെ 2 കഥാപാത്രങ്ങളിലൂടെയാണ് ആ നാടകം ഇങ്ങനെ മുന്നിലേക്ക് പോകുന്നത്. അതിൽ പ്രസിഡൻറ്റിൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ഞാൻ. ആ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് നമുക്ക് പോകാം. അതിനുമുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള മുൻഷി കഴിഞ്ഞാൽ ഞാൻ അഭിനയത്തിൻ്റെ മുൻഷി ഒരു കാരിക്കേച്ചർ സ്വഭാവമുള്ളൊരു ക്യാരക്ടറാണ് ബാർബർ ഭാഗ്യം. അത് കഴിഞ്ഞ് ഞാനൊരു വളരെ ഇൻവോൾവ് ചെയ്തതും വളരെ പ്രശംസ കിട്ടിയതുമായിട്ടുള്ള ഒരു കഥാപാത്രം മേഘം എന്ന സീരിയലിലെ ശെൽവൻ എന്ന് പറയുന്നൊരു കഥാപാത്രം. വളരെ സട്ടിലായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങൾ. അതിൽ എൻ്റെ കൂടെ അഭിനയിച്ചത് എനിക്കിപ്പോഴും അഭിമാനത്തോടെ പറയാം. അനൂപ് മേനോൻ, പ്രിയങ്ക, ഞങ്ങൾ 3 പേരുടെ ഒരു രീതിയിലൂടെയായിരുന്നു ആ കഥ പോകുന്നത്. അനൂപ് മേനോനും ഇന്ന് പ്രശസ്തനായ നടനായി, പ്രിയങ്കയും ഇന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ, പ്രിയങ്ക നായർ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നടിയാണ്. ഇപ്പോൾ ഈയിടെ വിവാഹം കഴിഞ്ഞു. അവരോടൊപ്പം പിടിച്ചു നിന്ന ഒരു നടനാണ് ഞാൻ. അപ്പോൾ എനിക്കും എവിടെയെങ്കിലുമൊക്കെ ഒരു സ്പാർക്ക് കിടപ്പുണ്ടെന്ന് ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കൈരളി TVയിൽ തന്നെ വന്ന താരോത്സവത്തിൽ ചില നല്ല പെർഫോമൻസുകൾ നടത്താൻ എനിക്ക് കഴിഞ്ഞു. അതും വളരെയേറെ പ്രശംസ കിട്ടിയ ചില പ്രകടനങ്ങളായിരുന്നു. ഇനി നക്ഷത്രദീപങ്ങളിലായിരിക്കും ഒരുപക്ഷെ എൻ്റെ ചില നല്ല പ്രകടനങ്ങൾ, എനിക്ക് ആത്മവിശ്വാസം കൂടുതൽ നൽകുന്ന പോലെ പ്രകടനങ്ങൾ വരാൻ സാധ്യതയുള്ളത്. നിങ്ങൾ പ്രാർത്ഥിക്കുക, കാത്തിരിക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു നാടക റിഹേഴ്സൽ ക്യാമ്പിലാണ്. കേരളത്തിൻ്റെ സാമൂഹിക മാറ്റങ്ങൾക്ക് വളരെയേറെ പങ്കുവഹിച്ച ഒരു പ്രസ്ഥാനമാണ്, ഒരു നാടക പ്രസ്ഥാനമാണ് KPSC. KPSCയുടെ കയ്യും തലയും പുറത്തിടരുത് എന്ന നാടകം
TV മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾ കുറച്ച് സഹപ്രവർത്തകർ ചേർന്ന് അവതരിപ്പിക്കുകയാണ്. അതിനുള്ള റിഹേഴ്സലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നാടക ക്യാമ്പിൽ നിന്നും ഈ നാടകത്തിൻ്റെ അരങ്ങിൽ നിന്നും കിട്ടുന്ന അനുഭവങ്ങൾ എനിക്ക് പ്രയോജനപ്പെടുന്നത് നക്ഷത്ര ദീപങ്ങൾ എന്ന സെലിബ്രിറ്റി റിയാലിറ്റി ഷോയിലാണ്. അവിടെ ഞാൻ ഒരു ലീഡറായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നുണ്ട്. ഒരു അതിശക്തമായ, അതായത് ഏറ്റവും പലതരത്തിലും പല മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള നിരവധി കലാകാരന്മാരുള്ളൊരു മേഖലയാണ് നമ്മുടെ മിനി സ്ക്രീൻ ഏരിയ. അവിടെ പ്രഗത്ഭരായ നിരവധി കഥാപാത്രങ്ങൾ, നിരവധി കലാകാരന്മാർ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിലുണ്ടാവും. നക്ഷത്ര ദീപങ്ങളിൽ അവരിൽ നിന്നും നല്ല ഒരു ടീമിനെ ഞാൻ വാർത്തെടുത്ത് നിങ്ങളുടെ മുമ്പിൽ ഈ ഇവിടെ നിന്ന് കിട്ടുന്ന ഊർജം പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ നല്ല നല്ല ഐറ്റംസ് അവതരിപ്പിച്ചുകൊണ്ട് മത്സരബുദ്ധിയോടുകൂടി തന്നെ നക്ഷത്ര ദീപങ്ങളിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇതിൽ എന്നോടൊപ്പം വളരെ കാലമായിട്ട് പ്രവർത്തിച്ചു വരുന്ന എൻ്റെ സഹപ്രവർത്തകർ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാം ഇതിനു മുമ്പ് തന്നെ അവരുടെ അഭിനയ പ്രതിഭ തെളിയിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ അവരുടെ അഭിനയവും അഭിനയേതരമായ കഴിവുകളും പ്രകടിപ്പിക്കാൻ ഇതാ നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ്. നിങ്ങളുടെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും അവർക്കൊപ്പം ഉണ്ടായിരിക്കണം. ഞാൻ അവർക്ക് എൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു. കൈരളി TV-യിൽ ആരംഭിക്കുന്ന നക്ഷത്ര ദീപങ്ങൾ എന്ന ഈ പരിപാടിയിലേക്ക് വരുന്ന എൻ്റെ സഹപ്രവർത്തകരായ എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. കലാകാരന്മാർക്കും കലാകാരികൾക്കും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു വേദി, അത് വളരെ ഒരു നല്ല കാര്യമാണ്.